നേപ്പാൾ പ്രധാനമന്ത്രി രാജിവെച്ചു. അദ്ദേഹം ദുബായിലോട്ട് കടന്നു കളഞ്ഞു, അതായത് ഓടിപ്പോയി. കാഠ്മണ്ഡു എയർപോർട്ടിൽ അപ്പോഴത്തെ പട്ടാളത്തെ വിന്യസിപ്പിച്ച് അവിടം വരെ പോയി അദ്ദേഹം ഹെലികോപ്റ്റർ, ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും വന്ന്, ചിലപ്പോൾ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ദുബായിലോട്ട് പോകും. പഴയ പോലെ ഇന്ത്യ ഇപ്രാവശ്യം ഷെയ്ഖ് ഹസീനയുടെ പോലെ ഇതെടുക്കത്തില്ല. കാരണം അത് എടുത്തതിൻ്റെ പേരിലാണ് അവിടെയുള്ള ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്തത്. കാരണം അത് വലിയ റിസ്ക് ഫാക്ടറാണ്. കാരണം നേപ്പാളി പ്രധാനമന്ത്രി ഇന്ത്യ അഭയം കൊടുക്കുന്നു, അതിനുശേഷം അവിടെയുള്ള ഇന്ത്യക്കാരെ, ബോർഡറിലുള്ള ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യും. ഇത് ഗെയിം ചെറിയ ഗെയിമല്ല ഇത്. കാരണം ഒരു രാജ്യത്ത് അവിടുത്തെ ജനങ്ങളും ചെറുപ്പക്കാരും വിചാരിക്കുക ഈ രാജ്യത്തെ ഭരിക്കുന്നവർ കറപ്റ്റഡാണ്, അവരെ കബളിപ്പിച്ചു, നെപ്പോട്ടിസം, ഹിപ്പോക്രസി, ഇതൊക്കെ വലിയ ഇഷ്യൂ ആണ് സംഭവം. അരാജകത്വം ഉണ്ടായിക്കഴിഞ്ഞ പ്രശ്നം. ഇപ്പം ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ വാൺ ചെയ്ത് ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ വോട്ട് ചോരി വലിയ ഇഷ്യൂ ആണ് ഇന്ത്യയിൽ. നേപ്പാളിന്റെ ബോർഡറാണ്, വലിയ ബോർഡറാണ് ബീഹാർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ കൃത്യമായിട്ട് ഇന്ത്യയിലെ ഗോദി മീഡിയ പറയുന്നതൊന്നുമല്ല സത്യം. 24 മണിക്കൂർ മോദി സ്തുതികളല്ല ആവശ്യം. ജനാധിപത്യ ഇന്ത്യക്ക് പലതും ആവശ്യമുണ്ട്. അത് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിലും മറ്റു പല ആൾക്കാരും പറയുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്.